പണ്ടത്തെ കാലത്ത് ഉമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന വളരെ രുചികരമായിട്ടുള്ള വെറുതെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ ഫ്രൈ നമുക്ക് നോക്കാം. ഒരു കിലോ നല്ല നാടൻ ചെമ്മീൻ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുറച്ച് മതി മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഉപയോഗിക്കണം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ മസാല അങ്ങോട്ട് അതിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഈ ചെമ്മീനാകുമ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല മസാലയൊക്കെ തേച്ചിട്ട്. കാരണം അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മാറിയിട്ട് വേറൊരു ടേസ്റ്റ് ആവും. മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ വെക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുന്ന സമയമാകുമ്പോഴത്തേനും അതിൽ മസാല പിടിക്കും. പിന്നെ എണ്ണ നമ്മളൊരു 3 ടേബിൾ സ്പൂണൊക്കെ എണ്ണ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ ഇടുക. ഈ ചെമ്മീൻ ഇടുമ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് അങ്ങനെ ഇടരുത്, 2 ഭാഗമായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചെമ്മീൻ ഇടുക. എന്നിട്ട് നല്ലൊരു കളറാവില്ലേ, ഒരു 2 മിനിറ്റൊക്കെ നമ്മളത് വേവാൻ, ചെമ്മീനിന് കുറേ സമയം എടുക്കില്ലല്ലോ, ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും തന്നെ അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എങ്കിലാണ് നമ്മുടെ ആ നാടൻ ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് അതിനെ മറിച്ചിടുക. ഇപ്പം നോക്കിയാൽ നല്ലൊരു കളറില്ലേ, നല്ലൊരു ഗോൾഡൻ ഒരു റെഡിഷ് നല്ലൊരു കളറ്. നല്ല രസമാണ് ഈ ചെമ്മീൻ കഴിക്കാൻ. ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തന്നെ രസമുള്ള സാധനമല്ലേ ചെമ്മീൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാം മറിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കൂടെ വെക്കുമ്പോഴത്തേനും നമ്മുടെ ചെമ്മീൻ സെറ്റാണ്, റെഡിയാണ്. അതായത് ഒരു 5 മിനിറ്റാണ് മാക്സിമം നമ്മളിതെല്ലാം മസാലയൊക്കെ തേക്കുമ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ആ വെളിച്ചെണ്ണ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴൊന്നും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല കളറാണ്, നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല രുചിയുള്ള സാധനമാണ്. ഒരു പണിയുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ദെൻ അവസാനം ഇതിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി ഇവിടെ ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ എടുക്കരുത്, കുറച്ച് അതിൻ്റെ തോലൊക്കെ കൂടെ ആയിട്ട് ഒന്ന് ചതുക്കിയെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ചെമ്മീനിൽ ഇടുക. എന്നിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഇഷ്ടം പോലെ കറിവേപ്പിലയും കൂടെ ഇടുക. എന്നിട്ട് അപ്പോൾ തന്നെ അങ്ങോട്ട് ഓഫാക്കുക. വെളുത്തുള്ളി ഇങ്ങനെ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ആ പച്ചയോടുകൂടി തന്നെ ആ ഒരു ഫ്ലേവർ അതിലിങ്ങനെ കിട്ടണം, ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ല രസമാണ്. എന്നിട്ട് നമ്മളതിനെ നമ്മളുടെ സെർവ് ചെയ്യുന്നതിലേക്ക് മാറ്റുക. നല്ല വാഴയിലയിലൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴയിലയുടെ ഫ്ലേവറും കൂടെ വന്നിട്ട് നല്ല രസമായിരിക്കും, കുറച്ചും കൂടെ നാടൻ ഒരു ടേസ്റ്റ് കിട്ടും. അതിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെ വെറുതെ ഇതിങ്ങനെ വെച്ചിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഒരു സുലൈമാനി എടുത്തിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് തമാശകളൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആ സുലൈമാനിയുടെ കൂടെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കാം. അപ്പോഴിതാ നമ്മളൊരു തമാശക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ എളുപ്പത്തിൽ വളരെ നാടൻ രീതിയിൽ നമ്മളൊരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കി. ചെമ്മീൻ എന്ന് പറയുമ്പോൾ കുറേ മസാലകളൊന്നും വേണ്ട, കുറേ മസാലകളുള്ളതിനേക്കാളും രസം മസാല കുറവായിട്ട് ആ ഫ്ലേവർ, നമുക്ക് ആ ചെമ്മീൻ്റെ ഫ്ലേവർ മുഴുവനായിട്ടും ഇങ്ങോട്ട് കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇതങ്ങനെയുള്ളൊരു ഫ്രൈ ആണ്. ഇതിൽ ചെമ്മീൻ തന്നെ കഴിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ദെൻ ബാക്കി നമുക്കിഷ്ടമാണെങ്കിൽ ആ ചട്ടിയിൽ കുറച്ച് ചോറും കൂടെ ഇട്ടിട്ട് പെരക്കിയിട്ടും കഴിക്കാം.